വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു KFC ബക്കറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ വരാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്കിത് കിടിലൻ ഗിഫ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഹോം ഡെക്കർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബക്കറ്റിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അത് നമുക്ക് ലാസ്റ്റ് വേണം, അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുത്തു വെക്കാം. അതിനുശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്ന വിധം കട്ട് ചെയ്തെടുക്കുക. ഏറ്റവും മുകളിൽ നിന്ന് ഏറ്റവും താഴെ വരെ ചുറ്റിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. മാക്സിമം നമുക്ക് എത്ര വരെ കട്ട് ചെയ്യാൻ പറ്റുമോ അത്ര വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇത്രയും ഭാഗം ഇങ്ങനെ നീളത്തിൽ കിട്ടും. അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് വീണ്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ റാ പോലെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കംപ്ലീറ്റ് ആയിട്ട്. എവിടെയും നമ്മൾ ഫുള്ളായിട്ട് കട്ടായി പോകരുത്, സൂക്ഷിച്ച് കട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ ചെയ്യുമ്പം ഇങ്ങനെ ഒരു പകുതി വരെ നമ്മൾ ഇവിടെ വെച്ചിട്ട് വീണ്ടും ഒരു അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനം വരെ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കണം. ചെയ്തെടുക്കുമ്പോൾ എവിടെയും ഫുള്ളായിട്ട് കട്ടായി പോകാതെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതുപോലെ നമ്മൾ ഏറ്റവും താഴെ വരെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഓരോന്നും ഇങ്ങനെ ഒരു ഹാഫായിട്ട് ബാക്കോട്ടൊന്ന് മടക്കി കൊടുക്കുക. അതും നമ്മൾ താഴെ വരെ ഈ ഒരു പ്രോസസ്സ് ചെയ്യണം കേട്ടോ. ഏറ്റവും മുകളിൽ നിന്ന് താഴെ വരെ ഇങ്ങനെ ഓരോരോ പോർഷനും ഇങ്ങനെ കുറച്ച് ബാക്കോട്ടാക്കിയിട്ട് ഇതുപോലെ ഈ വീഡിയോ കാണിക്കുന്ന വിധം നമ്മളൊന്ന് മടക്കി കൊടുക്കുക. എല്ലാം മടക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലൊരു കമ്പ് വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ചുറ്റിച്ച് എടുക്കാം. ഏറ്റവും ഫ്രണ്ടിൽ നമ്മൾ ഏറ്റവും സ്റ്റാർട്ട് ചെയ്ത ആ ഭാഗത്ത് നിന്നാണ് ചുറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ചുറ്റിയെടുക്കുന്ന സമയത്ത് അവിടെ ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം കുറച്ച് ഭാഗം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം ചുറ്റാൻ വേണ്ടിയിട്ട്. കമ്പ് ജസ്റ്റ് നമുക്ക് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കമ്പ് യൂസ് ചെയ്യുന്നത്. ഞാനൊരു ബ്രഷിൻ്റെ ബാക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതങ്ങ് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് പോർഷൻ നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യാതെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചുറ്റിയെടുക്കാം. ഇങ്ങനെ ഏറ്റവും അവസാനം വരെ നമുക്ക് ചുറ്റിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ശരിക്കും ടൈറ്റ് ചെയ്ത് പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ കൈ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ നല്ലപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമുക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരെ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും അവസാനം വരുന്ന ആ ഒരു ഭാഗത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് വെക്കുക. അതായത് ആ ഒരു പാത്രം പോലെ കിടക്കുന്നുണ്ടല്ലോ ഏറ്റവും അടി ഭാഗം, ആ ഭാഗം ഈ വീഡിയോ കാണിക്കുന്ന ആ ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ആ ഒരു റൗണ്ട് ചെയ്ത ആ ഒരു പോർഷൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കുക. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലൂസ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് അതിങ്ങനെ കുറച്ചുകൂടെ വിടർന്ന് വരും. ശരിക്കും ഇപ്പം നല്ലൊരു ഫ്ലവർ പോലെ കിട്ടിയിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ആ ഒരു ഭാഗം ആ ഒരു പാത്രം കംപ്ലീറ്റ് ആയിട്ട് നിറയുന്ന വിധത്തിൽ നമ്മളൊന്ന് കൈകൊണ്ട് ലൂസാക്കി കൊടുക്കുക. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ വരും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ പെട്ടെന്ന് ചെയ്യണം. കാരണം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിനകത്ത് ഒട്ടി നിൽക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലൊരു ലൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി ആ ഒരു ബക്കറ്റിന് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ആ KFCയുടെ ആ ഒരു ബ്ലാക്ക് കളർ അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് റെഡ് കളർ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചില പോർഷനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ഇത്തിരി കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റെഡ് കളർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചില പോർഷനിൽ മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഒരു റെഡ് ടച്ച് കൊടുത്തിട്ട് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ആ ഒരു KFCയുടെ എഴുത്ത് വരുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ കളർ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഉള്ളിലൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒരു ഷെയ്ഡ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഭംഗിയുള്ളൊരു റോസ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലുപ്പത്തിലൊരു റോസ് ഫ്ലവർ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഭാഗമാണ്. ആ ഒരു പോർഷൻ നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ആ പോർഷൻ ഇതാണ്. അത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വീഡിയോ കാണിക്കുന്ന വിധം ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ശരിക്കും ഒരു ഹാമ്പർ പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടാൽ ഒരു KFC ബക്കറ്റ് എന്ന് ആർക്കും മനസ്സിലാവില്ല. ഇനി നമുക്ക് വാലന്റൈൻസ് ഡേയുടെ ഒരു പ്രതീകമായിട്ട് നമുക്കൊരു ഹാർട്ട് ഷേപ്പും കൂടെ അതിൻ്റെ മുകളിൽ നിന്ന് ഫിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഹാർട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2 എണ്ണം ഒരു വലുതും ചെറുതും ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഉണങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്തിരി ഗ്ലിറ്റർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി ഉണങ്ങിയതിന് ശേഷം അത് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഏറ്റവും സെൻട്രലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. ഇഷ്ടമായാലും എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.